ഇന്ന് ഈ ഇടക്കാല വിധി വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, ഇതാദ്യമായി കോടതിയുടെ വിധിയിൽ 2025 ദേവസ്വം ബോർഡിനെ കൂടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതുവരെയും നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് 2025 ദേവസ്വം ബോർഡിന് സംഭവിച്ച ഏക പിഴവ് 2025 സെപ്റ്റംബർ മാസത്തിൽ ഈ പാളികൾ പൂശാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനും അപ്പുറത്തേക്കുള്ളൊരു വ്യാപ്തിയിലേക്ക് ഇന്ന് ഈ ദേവസ്വം ബോർഡിനെ കൊണ്ടുവന്നിരിക്കുന്നു ഈ ഇടക്കാല ഉത്തരവ് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, എന്തായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്, എന്താണ് BJP ആവശ്യപ്പെട്ടത്? ഈ അന്വേഷണം സത്യസന്ധമായ രീതിയിൽ നടക്കാത്തതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു. ഇന്ന് ഹൈക്കോടതി അതിന് വളരെ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെയും BJPയുടെയും CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം അതെന്തിനായിരുന്നു? എന്താ പറയുന്നത്? ഇവിടെ ഈ SITയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെക്കുറിച്ചാണ് ഹൈക്കോടതി പറയുന്നത്. വെൽ കൺസിഡേർഡ് ആൻഡ് കാലിബ്രേറ്റഡ് മാനറിലാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. SITയുടെ അന്വേഷണം ഒരു തരത്തിലുള്ള പക്ഷപാതിത്വവും ഇതിലുണ്ടാവില്ല. പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദി ഇംപാർഷ്യാലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി എൻക്വയറി. അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനോ പക്ഷപാതിത്വപരമായിട്ട് പോകാനോ കഴിയില്ല. എവരി അക്യൂസേഷൻ ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഓൺ എ റീസണബിൾ ബേസിസ്. യുക്തിഭദ്രമായ നിലയിൽ ഓരോ ആരോപണവും അന്വേഷിക്കപ്പെടും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻ. ഏതെങ്കിലും തരത്തിലുള്ള പദവി, ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം, ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റസ് ഓഫ് ദി പേഴ്സൺസ് ഇൻവോൾവ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തെ പരോക്ഷമായി നിരാകരിക്കുകയാണ് ഈ ഇടക്കാല ഉത്തരവിലൂടെ. ഈ SITയുടെ അന്വേഷണം പക്ഷപാതരഹിതമാണ്, നിഷ്പക്ഷമായി, റീസണബിളായി, പദവിയോ സ്വാധീനമോ നോക്കാതെ നടക്കുന്നു എന്ന വളരെ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം കോടതി രേഖപ്പെടുത്തുന്നുണ്ട് ആദ്യ ഭാഗത്ത്. എന്നിട്ട് കോടതി പറയുന്നു, SITയിലെ ഉദ്യോഗസ്ഥർ ഇതുവരെ എന്താ പ്രതിപക്ഷവും BJPയും പറഞ്ഞുകൊണ്ടിരുന്നത്? SIT ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചല്ലേ? ആ SIT ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് കോടതി ഉത്തരവിൽ പറയുന്നു, comprising officers of unimpeachable integrity handpicked by this court, eliminate any perception of bias, lack of fairness or objectivity. വളരെ നിഷ്പക്ഷതയോടുകൂടി ഈ കേസ് അന്വേഷിക്കാൻ കഴിയുന്ന ഇൻറ്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ SITയിലുള്ളതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഹൈക്കോടതി. അപ്പോൾ CBI അന്വേഷണം വേണമെന്നുള്ള BJPയുടെ ആവശ്യമോ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമോ അല്ല, കോടതി SITയിൽ വിശ്വാസം രേഖപ്പെടുത്തുന്നു. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇതിൽ പ്രശാന്തിനെ ശരിയാണ്, സംശയത്തിന് നിഴലിൽ നിർത്തിയിട്ടുണ്ട്. 2019 നടന്ന ചെറുമോഷണം മറച്ചുവെക്കാൻ വേണ്ടിയായിരുന്നോ 2025 ഇതേ സ്പോൺസർ ഇത് ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം 2025 ഈ സ്പോൺസറുടെ കൈവശമല്ല ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫാക്ട്. ഈ സ്പോൺസറുടെ കയ്യിലാണോ സുജയ 2025 സെപ്റ്റംബർ മാസത്തിൽ ദേവസ്വം ബോർഡ് ഈ സ്വർണം പൂശിയ പാളികൾ ഏൽപ്പിച്ചത്? അല്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ദേവസ്വം ബോർഡ് വിജിലൻസിലെ ഓഫീസർ, ഇതുകൂടാതെ 2 ഉദ്യോഗസ്ഥന്മാർ, ഇവരാണ് ചെന്നൈയിൽ പോയത്. പാളികൾ 2025 സെപ്റ്റംബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല. അവിടെ പൂർണ്ണമായും ആരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു? ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടത് എന്താ? തൻ്റെ കയ്യിൽ കൊടുത്തുവിടണമെന്നും ഉദ്യോഗസ്ഥർ തൻ്റെ കൂടെ വന്നാൽ അവർക്ക് ചെലവ് വഹിക്കാൻ തനിക്ക് കഴിയില്ല എന്നുള്ളതുമായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോകണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെത്തിയാൽ മതിയെന്നും താങ്കളുടെ പേരിലുള്ള വാരണ്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾ ഇത് ബന്ധപ്പെട്ടതെന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമല്ല. 2025 സെപ്റ്റംബർ മാസത്തിൽ ഇത് കൊടുത്തുവിട്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ കൈവശമാണ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. ഇനി പോയിന്റ് നമ്പർ 3, ഇതിൽ തിരുവിതാംകൂർ ബോർഡ് കമ്മീഷണർ ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 30/7/2025 തിരുവാഭരണം കമ്മീഷണർ ഈ SITക്ക് സാങ്കേതിക വിദ്യ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് കൊടുക്കുന്നതായിട്ട് കോടതി പറയുന്നുണ്ട്. ആ കത്ത് കൊടുക്കുന്നതായിട്ട് പറഞ്ഞ അതേ തിരുവാഭരണം കമ്മീഷണർ 7 ദിവസത്തിന് ശേഷം അത് തിരുത്തിയതായിട്ടും പറയുന്നുണ്ട്. എന്നാൽ SITയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഭാഗം ഞാൻ വായിക്കാം. 30/7/2025 തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് നൽകിയ കത്തിൽ പറയുന്നത്, നിലവിലെ ഭാഗങ്ങളിൽ സ്വർണം പൂശിയതിനാൽ അത് നീക്കം ചെയ്ത് പ്രസ്തുത സ്വർണം ഉപയോഗിച്ച് വീണ്ടും സ്വർണം പൂശുന്നതിനുള്ള സാങ്കേതികവിദ്യ സ്മാർട്ട് ക്രിയേഷനിലില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? നേരത്തെ സ്വർണം പൂശിയതിനാൽ അത് സ്മാർട്ട് ക്രിയേഷനിൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു അറിവുള്ളതിനാലായതുകൊണ്ടാണ് അപ്രകാരം എഴുതിയതും പരമ്പരാഗത രീതിയിൽ ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടതുമെന്ന് തിരുവാഭരണം കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോടതി അപ്പോൾ ഇത് കണ്ടില്ലേ? അതാണ് ഇതിനകത്ത് ചോദ്യം. താങ്കൾ കോടതിക്ക് മേലെ പറയുകയാണ്. അല്ലല്ല, കോടതി ആ റിപ്പോർട്ട് വായിച്ചിട്ടാണല്ലോ ഈ ഇടക്കാല ഉത്തരവിറക്കിയത്. താങ്കൾ SIT റിപ്പോർട്ട് വായിക്കാതെയാണോ കോടതി പറഞ്ഞത്? SIT റിപ്പോർട്ടിൽ പറയുന്ന വസ്തുത ഇതൊക്കെ അന്വേഷിക്കണം എന്നാണ് കോടതിയുടെ കണ്ടെത്തലല്ല. SIT റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്ന സീൽഡ് കവറിലാണ്. താങ്കൾ ഇങ്ങനെ തുറന്ന് വായിക്കുമ്പോൾ അപ്പോൾ SIT റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിലാണ്. താങ്കൾ കേൾക്കൂ, കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി റിവേഴ്സ്ഡ് ഹിസ് സ്റ്റാൻഡ്സ് വിത്തിൻ 7 days എന്നല്ലേ? ആര് റിവേഴ്സ് ചെയ്തെന്നാ?
ദേവസ്വം ബോർഡ് പ്രശാന്താണ്. പ്രശാന്തിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എന്ന് പറയുന്നുണ്ട്. ഉണ്ട്. പ്രശാന്തിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്. കോടതി ഉത്തരവ് പേജ് നമ്പർ 8. പറയൂ, ആരാണ് ഞാൻ പറയാം. താങ്കൾ ആരാണ് അല്ല, ദേവസ്വം കമ്മീഷണർ ഡോക്ടർ അരുൺ, ഞങ്ങൾ പറയുന്നത് കൂടി കേൾപ്പിക്കാൻ അനുവദിക്കണം. പറഞ്ഞ നിലപാട് തിരുത്തിയത് ആരാണ്? താങ്കൾ ഓവർ റൂൾ പറയുന്നത് കേൾക്കാൻ സമ്മതിക്കണം. ആരാ? അത്രേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിന് കോടതി പറയുന്നത് ഇത് മനഃപൂർവ്വമുള്ള ഗൂഢാലോചന. അതല്ല, അത് സംശയിക്കണമെന്നാണ്. The sequence of events unmistakably indicates that the TDP officials consciously attempted to hand over the gold cladded Dwarapalaka secretly to Unnikrishnan Potti. യാതൊരു സംശയമില്ല. അല്ല, ഈ പറഞ്ഞല്ലോ ഇതിനകത്തുണ്ടല്ലോ. അല്ല, പറയാൻ അനുവദിക്കും. കേൾക്കുക മാത്രമല്ല, പറയാനും അനുവദിക്കും. അല്ലല്ല, കേൾക്കൂ, ഇത് എന്റെ സമയമല്ലേ, അത് പറഞ്ഞു തരട്ടെ. സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതിക വിദ്യ കൈവശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? തിരുവാഭരണ കമ്മീഷണറാണോ? അല്ല, ദേവസ്വം ബോർഡ് കമ്മീഷണറാണോ? അത് തിരുത്തിയതാരാ? ദേവസ്വം ബോർഡ് കമ്മീഷണർ തന്നെ തിരുത്തിയത് എങ്ങനെയാണെന്ന് കൂടി പറയുന്നുണ്ട്. Referred to directions from the president of the Devaswam board to expedite the gold plating as proposed by the sponsor. ആർക്ക്? കോടതിക്ക് തെറ്റി. കോടതി പറഞ്ഞതാണ്. കോടതി ഉത്തരവിലാണ്. കോടതി ഉത്തരവിലാണ്. ആ ഡേറ്റ് എന്ന് പറയുന്നത് 21/8/2025. 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി. അതിനുശേഷമാണ് സെപ്റ്റംബർ. ഞാൻ പറഞ്ഞോട്ടെ, പ്രേക്ഷകർക്ക് മനസ്സിലാവട്ടെ. താങ്കൾ പിന്നെ പറയാതെ അങ്ങനെയല്ലല്ലോ. താങ്കൾ വ്യാജം പറയല്ലേ. ഞാൻ ഇതൊന്ന് പൂർത്തിയാക്കി. സുജയ, ആ ഡേറ്റുകൾ പറയൂ. 21/8 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കമ്മീഷണറോട് ഇത് ഗോൾഡ് പ്ലേറ്റിംഗിന് കൊടുക്കണം എന്നുള്ളതിനെ നിർബന്ധിക്കുന്നത്, അല്ലെങ്കിൽ അത് ത്വരിതപ്പെടുത്താൻ പറയുന്നത് ആണല്ലോ. എന്നാണ് ദേവസ്വം കമ്മീഷൻ സ്റ്റാൻസ് തിരുത്തുന്നത്? 21/8 പുറകിലാണോ? അങ്ങനെയല്ല. താങ്കൾ അത് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഒറ്റ വാചകത്തിൽ ഞാനത് പറയാം. താങ്കൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാം. അതായത് അല്ല, താങ്കൾ ഇടയ്ക്ക് കയറല്ലേ. എന്റെ സമയമാണ്. അല്ല, എനിക്ക് ഒന്നുകിലും എനിക്ക് മറുപടി പറയാം. അല്ല, ഒറ്റ വാചകം. ഒന്ന് ദേവസ്വം സമയം കളയുന്നതിന് ചോദ്യം എനിക്ക് മനസ്സിലായി. ദേവസ്വം കമ്മീഷണർ എടുത്ത നിലപാട് തിരുത്തിയത് ദേവസ്വം കമ്മീഷണർ തന്നെയാണോ? ദേവസ്വം കമ്മീഷൻ എടുത്ത നിലപാട് തിരുത്താൻ ദേവസ്വം പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഇതിൽ പറയുന്നുണ്ടോ? ഉത്തരം പറയുകയാണ്. പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് കൂടിയാണ്. ദേവസ്വം ബോർഡ് കമ്മീഷണർ ജൂലൈ മാസം 30-ാം തീയതി കൊടുത്ത ലെറ്ററിലാണ് സ്മാർട്ട് ക്രിയേഷൻസിന് ആ വൈദഗ്ധ്യമില്ല, അത് പരമ്പരാഗത രീതിയിൽ മാറ്റണമെന്ന് പറയുന്നത്. അതിനുശേഷം 7 ദിവസത്തിന് ശേഷം അദ്ദേഹം നിലപാട് മാറ്റിയതിനു ശേഷം ലെറ്റർ അയക്കുന്നത് 21-ാം തീയതിയാണ്. ആ ലെറ്ററിലാണ് പറയുന്നത് എനിക്ക് നിർദ്ദേശം കിട്ടി. ആരിൽ നിന്ന്? ദേവസ്വം ബോർഡ് നിന്ന്. അങ്ങനെ കോടതി ഉത്തരവിൽ പറയുന്നതാണ്. കോടതി ഉത്തരവിൽ പറയുകയാണ്. ആ റിവേഴ്സ് ചെയ്യാൻ കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശമാണ്. നിർദ്ദേശമാണ്. 3-ാം തീയതി ഓഗസ്റ്റ് മാസം ഉത്തരവിറങ്ങുന്നത് എന്നാണെന്ന് നോക്കൂ. ഒരു നിമിഷം കേൾക്കൂ. താങ്കൾ എന്തിനാണ് ഇങ്ങനെ വാദിക്കുന്നത്? താങ്കൾ എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ? താങ്കൾ ഡേറ്റ് വളരെ കൃത്യമായി പറയാം. 30/7 ജൂലൈ മാസം 30-ാം തീയതി ദേവസ്വം കമ്മീഷൻ തീരുമാനമെടുക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതിക വിദ്യയില്ല. അത് തിരുത്തുന്നത് ഓഗസ്റ്റ് മാസം 3-ാം തീയതി. ഇതിനിടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ദേവസ്വം കമ്മീഷണർ കോടതിക്ക് മനസ്സിലായി. ഈ 7 ദിവസങ്ങൾക്കിടയിൽ തിരുവിതാംകൂർ ഈ പർട്ടിക്കുലർ മാറ്റം മാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലായി. ദേവസ്വം കമ്മീഷൻ എടുത്ത തീരുമാനം 3-ാം തീയതി ദേവസ്വം കമ്മീഷൻ തിരുത്തുമ്പോൾ അതിനിടയിൽ ദേവസ്വം പ്രസിഡന്റിന്റെ ഇടപെടലുണ്ടെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞാൽ മതി. 7 ദിവസത്തിനകം എന്ന് ഈ വരികളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. താങ്കളുടെ കയ്യിൽ SIT റിപ്പോർട്ട് വരെ ഇരിക്കുകയല്ലേ? ഞങ്ങളുടെ കയ്യിൽ SIT റിപ്പോർട്ട് ഒന്നുമില്ല. സീൽ ചെയ്ത റിപ്പോർട്ടാണ് കോടതി പറയുന്നത്. എല്ലാവരുടെ കയ്യിലും SIT റിപ്പോർട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ മാധ്യമപ്രവർത്തകരുടെ കേൾക്കൂ. നമ്മൾ ഓരോന്നും ഈ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. ഉത്തരം ഞാൻ പറഞ്ഞു. ജനങ്ങൾക്ക് മനസ്സിലായി, താങ്കൾക്ക് മനസ്സിലാവില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് എന്ന് ഒരു രേഖയിലും കാണാൻ കഴിയുന്നില്ല. ഇനി എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. എന്താണ് ഈ തിരുത്താനുള്ള കാരണമായിട്ട് SITയുടെ കണ്ടെത്തലാണ് ഞാൻ ഈ പറയുന്നത്. സ്വർണം പൂശിയതിനാൽ ഇത് ചെയ്യാൻ കഴിയും. 2019 ചെയ്തപ്പോൾ 40 വർഷത്തെ വാറണ്ടി ഉള്ളതിനാൽ അവർ ചെയ്യുമെന്ന് പറഞ്ഞു. സ്മാർട്ട് ക്രിയേഷൻസിൽ തിരുവാഭരണം കമ്മീഷണർ വിളിച്ചിത് സ്ഥിരീകരിച്ചിരുന്നു. ആര് വിളിച്ച് സ്ഥിരീകരിച്ചു? തിരുവാഭരണം കമ്മീഷണർ സ്മാർട്ട് ക്രിയേഷൻസിൽ വിളിച്ച് ഈ സാങ്കേതിക വിദ്യ ഉണ്ടോ എന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ്
തിരുവാഭരണം കമ്മീഷണർ അതിനുള്ള അനുവാദം നൽകിയത്. ഇതിലെവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇൻവോൾവ്മെന്റ്? എവിടെ ഇൻവോൾവ്മെന്റ്? PS പ്രശാന്ത് ഒന്നും ഇല്ല നോക്കൂ, ഞാൻ അതുകൊണ്ടാണ് എന്റെ സമയമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് വേഗത വരുത്താൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടു. അത് പറയുന്നുണ്ട്, അത് 21 ഇത് പറയുന്നത് ഇനി ഇതെല്ലാം നടന്നിരിക്കുന്നത് 2019 കളവ് മറയ്ക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളത് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നേ. അവിടെ ആരെ അന്വേഷിക്കാൻ പോകുന്നത്? ഇതേ കാര്യം എഴുതി SIT, ഇതേ കാര്യങ്ങൾ പറയുന്ന SIT, കോടതിക്ക് പൂർണ്ണ വിശ്വാസമുള്ള SIT ആ വിഷയങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതിലൊരു സംശയവുമില്ല. അത് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2025 ഈ സ്വർണം പൂശിയതിൽ എത്ര സ്വർണം കുറവ് വന്നിട്ടുണ്ട്, സ്വർണം കൂടുതൽ വന്നിട്ടുണ്ട്? എന്താ നമ്മുടെ മുന്നിലെ കണക്ക്? എത്ര സ്വർണം ഉണ്ടായിരുന്നു? 20 ഗ്രാമാണ് 2025 സ്വർണം പൂശുമ്പോൾ കുറവ് വന്നത്. എത്രയാണ് പൂശി കൊണ്ടുപോയത് സുജയ? 22 ഗ്രാമാണ് ഇപ്പോൾ കുറവ് വന്നതിലും അധികം 2.25 ഗ്രാം കൂടുതലാണ് ഇപ്പോൾ പൂശിയിരിക്കുന്നത്. 2025 കണക്കാണ് എന്ന് ഓർമ്മിക്കണം. അപ്പോൾ 2025 2 ഗ്രാം സ്വർണം കൂടുതൽ വന്നതിനാണോ പ്രശാന്തിനെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുക? പക്ഷേ ഇതെല്ലാം ഹൈക്കോടതിയുടെ ഉത്തരവ് പറയുന്നത് ഇതെല്ലാം ഒരു ലാർജ് കോൺസ്പിറസി ആണോ എന്നത് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഒന്നും വിട്ടുപോകാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെയും പക്ഷം. പക്ഷേ അതിൻ്റെ പേരിൽ ഈ ഉത്തരവ് മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു ജഡ്ജ്മെന്റിന് പോകുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. അതിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അന്വേഷിക്കണം ജിമ്മി, ഒരു സംശയവുമില്ല. 2019 സംഭവം മറച്ചുവെക്കാൻ വേണ്ടിയാണെന്ന് കോടതിക്ക് സംശയമുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ പ്രതിരോധത്തിലാക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വരി ഒറ്റ വരി ഇതിനകത്ത് ഇത്രേ ഉള്ളൂ പ്രശ്നം. ഈ 2021 പുതിയതായി സ്വർണം മോഷ്ടിച്ചു നല്ല കോടതി പറയുന്നത്. 2019 സ്വർണ്ണമോഷണം, സ്വർണം പോയത് അത് മറച്ചു വെക്കാൻ വേണ്ടി ആരും സ്വർണം മോഷ്ടിച്ചല്ല, ആരും അറിയാതെ ഇത് അവിടെ കൊണ്ടുപോയി. The events unmistakably indicates that there was conscious attempt to hand over the gold claret Dwarapalaka to Unnikrishnan. ഇതെല്ലാം പുറത്തു വരണമല്ലോ. അതിനകത്ത് എന്താ സംശയം? കോടതി പറയുന്നത് ഗൂഢാലോചനയും പുറത്തു വരണം എന്നുള്ളതാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി കോടതി പറയുന്നത്, ഇത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ മാത്രം വെച്ച് പഴിചാരാൻ കഴിയില്ല. അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിലെ എല്ലാ ഉന്നതർക്കുമുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ദേവസ്വം ബോർഡ് മാനുവൽ ലംഘിച്ചുകൊണ്ട് ഇത് സ്ഥലത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുമ്പോൾ തന്നെ ഇതിൽ കുറ്റകൃത്യം സംഭവിക്കുന്നു. 2025 കാര്യമല്ല, 24 കാര്യം. 25 കാര്യത്തിൽ പറയുന്നത് അത് ഈ പറഞ്ഞതുപോലെ ഇതൊന്നും മനസ്സിലാക്കാതെ കൊണ്ടുപോയി എന്നുള്ളതാണ്. 2019 കളവ് നടത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് മനസ്സിലാക്കാൻ 2025 സാധിച്ചില്ല എന്നുള്ളത് വസ്തുതയല്ലേ, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയുടെ ഒരു പോയിന്റ് ഞാൻ യോജിക്കുന്നത്, ദേവന്റെ സ്വത്ത് അഥവാ ദേവധനത്തിന്റെ ഉത്തരവാദിത്വം പുറത്തുനിന്ന് വരുന്ന ഒരു സ്പോൺസറെ ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ദേവസ്വം മാനുവൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അതാണ് 2019 വയലേറ്റ് ചെയ്തത്. 2019 വയലേറ്റ് ചെയ്തതാണ്. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തി അതിൻ്റെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ വന്നതാണ്. ദേവന്റെ സ്വത്തിന്റെ വാറണ്ടി എങ്ങനെയാണ് ഒരു പോറ്റിക്ക് വരിക എന്നുള്ളതാണ് കോടതിക്ക് സംശയം. ഇനി ആ വാറണ്ടി പറഞ്ഞിരിക്കുന്ന ആ വാറണ്ടി നമ്മളാരും കണ്ടിട്ടുമില്ല. അതാണ് ഇനി പുറത്തു വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ദേവസ്വം കമ്മീഷണറാണ് ആ വാറണ്ടിയെക്കുറിച്ച് ബോധ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. കാര്യം ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ദേവസ്വം കമ്മീഷണർക്കാണ്, നേരിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനല്ല. Meet the editors.